പാർട്ട് 1 ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്നൊരു ഒരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം എനിക്ക് കിട്ടിയപ്പോൾ എനിക്കത് പെട്ടെന്നൊരു അടി കിട്ടിയ കണക്കായിപ്പോയി എന്ന് പറയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്നേ വരെ എന്തോ എനിക്കതിന് മറുപടി അല്ലെങ്കിൽ എന്താണ് റിയാക്ട് ചെയ്യുന്നത് അറിയാം. ചിലപ്പോൾ പെട്ടെന്ന് എടുക്കാൻ തോന്നി എന്നായിരിക്കാം പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പം മനുഷ്യന്റെ മനസ്സല്ലേ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പം ഈ 1.5 വർഷമായിട്ട് ഈ കുഞ്ഞിന്റെ മുഖം കണ്ട് കളിയും ചിരിയും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിയതാകാം. എന്നായാലും നല്ലത്. കാരണം എൻ്റെ മക്കളെ എടുക്കുന്നത് എനിക്ക് അത്രയും ഇഷ്ടമാണ്. അവനവൻ്റെ ആൾ അതായത് എൻ്റെ മക്കളുടെ ആളുകളെ അവർ അംഗീകരിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അമ്മയായിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടവും എന്നെ പോലെ എൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആയിട്ട് ഇങ്ങനെ സ്നേഹം വേണം, സ്നേഹം വേണം, അങ്ങനെ ഒത്തിരി പോസസീവായ ആളാണ് ഞാൻ. അപ്പം ഒബ്വിയസ്ലി എൻ്റെ മക്കൾക്കും ആ സ്നേഹം കിട്ടണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ആളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ട് ഇട്ടു. അതിനകത്ത് ചില പേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ബാഹുബലി എന്താ പെണ്ണ് ഉദ്ദേശിച്ചതെന്ന്? ബാഹുബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല. ഈ ബാഹുബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അതൊരു പടത്തിൽ അഭിനയിച്ചു, പക്ഷെ അത് റിയലി ഒരു ചാർക്കോൾ ആണല്ലോ, ഒരു ആ സാധനമാണല്ലോ ഇങ്ങനെ പൊക്കി ഭയങ്കര വെയിറ്റുള്ള സാധനം പൊക്കി എടുത്ത് വെക്കുന്നത്. അതേ കണക്ക് തന്നെയാണ് ചില ആളുകൾ. ഈ ആളുകളെ കാണുമ്പോൾ മാത്രം പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവം ടപ്പേന്നും പറഞ്ഞ് മാറും. നമ്മൾ വിചാരിക്കും അയ്യോ ഇത്ര നേരം നമ്മുടെ അടുത്ത് കാണിച്ച സ്വഭാവമാണോ ഈ കാണിക്കുന്നേ, അല്ലെങ്കിൽ ഇതേപോലെ അല്ലല്ലോ നമ്മളിപ്പോൾ ആളെ വടിയാക്കുന്ന അവസ്ഥയിൽ ചില ആളുകൾ പെരുമാറിക്കളയും. അതെന്താന്ന് വെച്ചാൽ ഉദാഹരണത്തിന് പറയാം, ഈ ബാഹുബലി എന്ന് പറഞ്ഞ വേറൊരു വേർഷനുണ്ട്. ഇപ്പം മരിപ്പ് വീട്ടിൽ നമ്മൾ മരിപ്പിന് പോയേക്കാന്ന് വിചാരിക്കും, ഒരു മരിപ്പിന്റെ ചടങ്ങിന് പോയേക്കാന്ന് വിചാരിക്കും. അവിടെ ഒരു പരിപാടിയും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ കസേരയൊക്കെ അടുക്കി എടുത്ത് വെച്ചേക്കണായിരിക്കും. അവിടെ ഒരു 100 ആളുകൾ കൂടുമ്പോൾ ആ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നിൽക്കുന്ന കസേരയെങ്കിലും ഒന്ന് പൊക്കി പിടിച്ച് ഞാൻ വലിയ പണിയെടുക്കാൻ സംഭവമാണ്, ഞാൻ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു വെക്കണം എന്ന് പറഞ്ഞ് ആ നിൽക്കുന്ന കസേര എടുത്ത് തലയിൽ വെറുതെയെങ്കിലും ഒന്ന് പൊക്കി പിടിച്ച് അവിടെ 100 പേരെടുത്ത് ആളാവാൻ നോക്കും. അങ്ങനെ ആളാവാൻ നോക്കുന്ന ചിലർ നമ്മുടെ ഇടയിലുണ്ട്. അത് എന്തവർക്ക് കിട്ടും, അതിൽ സന്തോഷം കിട്ടുന്നവരുണ്ടാവാം. പക്ഷെ അത് ആൾക്കൂട്ടത്തിന് ഒരു ബോധിപ്പിക്കൽ മാത്രമാണ്. പക്ഷെ റിയലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത്രയും നാള് നമ്മുടെ അടുത്ത് കാണിച്ച ഒരു ബിഹേവിയർ പെട്ടെന്നൊരു ചേഞ്ച് പറ്റുമ്പോൾ നമ്മൾ അയ്യടാ എന്നായി പോകും. പക്ഷെ അതുമൂലം നമ്മൾ കുറേ സഫോക്കേഷനും പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഞാനൊന്ന് കളിയാക്കി ബാഹുബലി എന്ന് ഉദ്ദേശിച്ചത്. ഈ ബാഹുബലി ചാർക്കോൾ പൊക്കില്ലേ, അപ്പൊ ആ വെയിറ്റില്ലാത്ത സാധനം പൊക്കിയിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ഇടില്ലേ, അതേപോലെയാണ് ചില ആളുകൾ. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ. ബൈ ബൈ. താങ്ക് യു.